അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആത്മീയമായ കാര്യങ്ങൾ എന്ന് നാം പറയാറുണ്ട്. നമുക്ക് കാണാൻ കഴിയാത്തതും എന്താണത് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ച് പറയാൻ കഴിയാത്തതുമായ കാര്യങ്ങളാണ് ആത്മീയമായ കാര്യങ്ങൾ എന്ന് നമ്മൾ പറയാറുള്ളത്. മനസ്സിനുള്ളിൽ ആഴത്തിൽ അനുഭവപ്പെടുന്ന, പുറത്ത് കാണാത്തതും അകത്ത് തോന്നുന്നതുമായ കാര്യങ്ങളാണ് ആത്മീയമായ കാര്യങ്ങൾ. ആത്മാവുമായി ബന്ധപ്പെട്ടതാണത്. ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇന്നതാണെന്ന് കൃത്യമായി പറയാനോ ചൂണ്ടിക്കാണിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ ആത്മാവ് എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് നാം ഒക്കെ അംഗീകരിക്കുന്നു. പക്ഷെ എന്താണ് ആത്മാവ് എന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം നമുക്ക് നൽകാൻ സാധിക്കുമോ? നമ്മുടെ ജീവൻ, നമ്മുടെ ബോധവും മനസ്സുമൊക്കെ ഉൾക്കൊള്ളുന്ന ഉള്ളിലുള്ള ഒരു സംഗതി എന്നൊക്കെ അവ്യക്തമായി പറയാനല്ലാതെ ആത്മാവിനെ വിശദീകരിക്കാനും വ്യക്തമാക്കാനും മനുഷ്യന് സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി എന്താണ് ആത്മാവ് എന്ന ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അള്ളാഹു അതിന് ഉത്തരം നൽകി. അക്കാര്യമാണ് എന്ന് പഠിക്കുന്ന 85-ാമത്തെ ആയത്തിലുള്ളത്. വയസ്അലൂനക, താങ്കളോട് അവർ ചോദിക്കുന്നു, അനി റൂഹി, റൂഹിനെ കുറിച്ച്. റൂഹ് എന്നത് ഖുർആനിൽ പല അർത്ഥത്തിലും ആശയത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. മലക്ക് ജിബ്രീലിന് ഖുർആനിൽ റൂഹ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. റൂഹുൽ ഖുദ്സ്, പരിശുദ്ധാത്മാവ് എന്ന് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന ദിവ്യ സന്ദേശത്തിന്, വഹയിന് റൂഹ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വയസ്അലൂനക, അവർ താങ്കളോട് ചോദിക്കുകയും ചെയ്യുന്നു. സത്യനിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു അനി റൂഹി, റൂഹിനെ കുറിച്ച്. ഇവിടെ ആത്മാവിനെ കുറിച്ചാണ് അവർ ചോദിച്ചത് എന്നതാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം. കാരണം മനുഷ്യന് അറിയാനും മനസ്സിലാക്കാനും കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്തരം മുട്ടിക്കുകയും ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യാം, അതാണ് അവർ ആലോചിച്ചിരുന്നത്. അതുകൊണ്ടാണ് നിരന്തരം സത്യനിഷേധികൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നത്. അതിനുള്ള മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടുകയില്ല എന്ന് അവർ കരുതിയിരിക്കുമ്പോഴാണ് അള്ളാഹു പറയുന്നത്, ഖുൽ, നബിയെ താങ്കൾ അവരോട് അതിനുള്ള മറുപടിയായിക്കൊണ്ട് പറയുക, അർ-റൂഹു മിൻ അംരി റബ്ബി, ആത്മാവ് എന്നത് എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. ആത്മാവ് എന്താണ്, അതെവിടെ നിന്ന് വന്നു, അത് മരണശേഷം എവിടെ പോകുന്നു എന്നതൊക്കെ അള്ളാഹുവിൻ്റെ മാത്രം അറിവിൽപ്പെട്ടതാണ്. മനുഷ്യൻ്റെ അറിവിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത, മനുഷ്യേന്ദ്രിയങ്ങൾക്കതീതമായ അതിഭൗതിക യാഥാർത്ഥ്യമാണ് ആത്മാവ് എന്നത്. അമ്ര എന്നാൽ കാര്യം എന്നാണ് ഒരർത്ഥം. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, താങ്കൾ പറയുക ആത്മാവ് എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽ പെട്ടതാണ് എന്ന്. അങ്ങനെ പറഞ്ഞാൽ റൂഹ് അള്ളാഹുവിൻ്റെ മാത്രം അറിവിലും നിയന്ത്രണത്തിലുമുള്ള കാര്യമാണ് എന്നാണ് അർത്ഥം. ഒമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്ന് തുച്ഛമായത് മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ. ഒമാ ഊതീതും, നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, മിനൽ ഇൽമി, അറിവിൽ നിന്ന്, ഇല്ലാ ഖലീല, അല്പം മാത്രമല്ലാതെ. മനുഷ്യന് അള്ളാഹു പരിമിതമായ ഏതാനും അറിവുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ മാത്രം അറിവിലും കഴിവിലും അധികാരത്തിലും പെട്ട അഭൗതികമായ, മനുഷ്യന് കാണാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വിവരിക്കാനും കഴിയാത്ത എത്രയോ യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് റൂഹ്, ആത്മാവ് എന്നത്. ഈ ആയത്തിൽ റൂഹ് എന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകിയിട്ടുള്ള വഹയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വഹയ് എന്താണ് എന്നാണ് അവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതായി ഖുർആൻ ഈ ആയത്തിൽ പറയുന്നത് എന്നാണ് ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നത്. റൂഹ് എന്നതുകൊണ്ട് ഈ ആയത്തിൽ ജിബ്രീൽ എന്ന മലക്കിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു പോകുന്നതിനെ കുറിച്ചാണ് അവിശ്വാസികൾ ഇതിലൂടെ ചോദിച്ചിരുന്നത് എന്നാണ് അവരുടെ വ്യാഖ്യാനം. ഏതായാലും അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ മാത്രം അറിവിലും നിയന്ത്രണത്തിലും പെട്ട അതിഭൗതികമായ പ്രതിഭാസമാണ് എന്നാണ് പറയുന്നത്. അള്ളാഹു ഖുർആൻ ശരിയായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.